SR ബിൽഡേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് മലയാളി സഹോദരങ്ങളെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് SR ബിൽഡേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് കേരളത്തിലേക്ക് വരുന്നു എന്നൊരു അറിയിപ്പാണ്. പുതിയൊരു എൻട്രി അല്ലേ? അതെ, ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ബിസിനസ് വിപുലീകരണം പോലെ തോന്നും. പക്ഷേ അവര് തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു കൗതുകമുണ്ട്. സംസ്കാരത്തിൽ വേരൂന്നിയത്, വിശ്വാസത്തിൽ പണിതത്, ഇതാണ് അവരുടെ മുദ്രാവാക്യം. ശ്രദ്ധേയമായ വാക്കുകൾ തന്നെ. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ്, ഈ വാക്കുകൾക്ക് പിന്നിൽ എന്താണ്? നമുക്ക് ഈ അറിയിപ്പൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇതിലെ തന്ത്രങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ എന്താണെന്ന് നോക്കാം. തീർച്ചയായും. ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിച്ചത് അവർ കേരളത്തെ വർണ്ണിക്കുന്ന രീതിയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്, പിന്നെ പാരമ്പര്യം തുടിക്കുന്ന കായലോരങ്ങൾ, ഉത്സവങ്ങൾ, കല. അതെ, പുരാതന കോട്ടകൾ, ക്ഷേത്രങ്ങൾ, ചരിത്രം എല്ലാം പറയുന്നുണ്ട്. കൃത്യമായി. കഥകളി, ചെണ്ടമേളം, ആയുർവേദം, ഓണം, ഇതൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്തിനാണ് ഇത്ര കാര്യമായിട്ട് എടുത്തു പറയുന്നത്? ഇതൊരു വെറും ഒരു ആമുഖം മാത്രമാണോ? അതല്ല, എനിക്ക് തോന്നുന്നത് അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ഓക്കെ. കേരളം പോലൊരു മാർക്കറ്റ്, അതായത് ഭയങ്കര മത്സരമുള്ള, ഒരുപാട് കാലമായിട്ടുള്ള കളിക്കാരുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വിപണി. അപ്പൊ അങ്ങോട്ട് പുതുതായിട്ട് വരുമ്പോൾ അതെ, നേരിട്ടുള്ള കച്ചവടത്തിനപ്പുറം ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ശരിയാണ്, ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ. അതെ, ഈ മലയാളിത്തം, പാരമ്പര്യം, വിശ്വാസം എന്നൊക്കെയുള്ള വാക്കുകൾ വെറും ഭംഗിവാക്കുകളല്ല. അല്ല, ഇതൊരു തന്ത്രപരമായ നീക്കമാണ്. മാർക്കറ്റിൽ അവരെ വ്യത്യസ്തരാക്കാനും പിന്നെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ പെട്ടെന്നൊരു സ്വീകാര്യത കിട്ടാനും. അപ്പോൾ ഇതൊരു മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജിയുടെ ഭാഗം. കൃത്യമായി, ഒരു മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജിയുടെ ഭാഗം. ആ മുദ്രാവാക്യം തന്നെ, സംസ്കാരത്തിൽ വേരൂന്നിയത്, അതൊരു ബ്രാൻഡ് പൊസിഷനിംഗ് ആണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമം. ശരിയാണ്. അപ്പോ ഈ ഒരു സാംസ്കാരിക അടിത്തറയിൽ നിന്നാണ് അവരുടെ പ്രധാന വാഗ്ദാനം വരുന്നത്, അല്ലേ? അതെ. വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല, മറിച്ച് പാരമ്പര്യവും ആധുനികതയും, സൗന്ദര്യവും കരുത്തും, സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും അങ്ങനെയൊക്കെ ഒത്തുചേരുന്ന തനത് മലയാളിത്തം പ്രതിഫലിക്കുന്ന ഇടങ്ങൾ നിർമ്മിക്കും എന്ന് കേൾക്കുമ്പോൾ നല്ല ആകർഷകമായിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനം പ്രാവർത്തികമാക്കുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അതാണ് ചോദ്യം. പ്രത്യേകിച്ച് ഈ പാരമ്പര്യവും ആധുനികതയും ഒരുമിപ്പിക്കുക എന്നത്. അതെ, അവിടെയാണ് ശരിക്കും വെല്ലുവിളികൾ വരുന്നത്. ഒന്നാമത് കേരളത്തിലെ നിർമ്മാണ ചെലവ്, പിന്നെ ഓരോ സ്ഥലത്തെയും നിയമങ്ങൾ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ. അതെ, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ. ഇപ്പൊ വയനാട് പോലുള്ള സ്ഥലങ്ങൾ അവര് ലക്ഷ്യമിടുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഈ വാഗ്ദാനത്തെ എങ്ങനെ ബാധിക്കും? ഈ പാരമ്പര്യം എന്ന് പറയുമ്പം അത് വെറും ഡിസൈനിൽ ഒതുങ്ങോ, അതോ നിർമ്മാണ വസ്തുക്കളിലും ആ രീതികളിലും കൂടി വരുമോ? ആധുനിക സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ പാരമ്പര്യം നിലനിർത്തുക എന്നതും ഒരു ചോദ്യമാണ്. തീർച്ചയായും. വയനാട്, കൊച്ചി, ഗുരുവായൂർ, തൃശൂർ, ഇതൊക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്. അതൊരു പ്രധാന പോയിന്റാണ്. കാരണം കൊച്ചിയിലെ ഒരു അർബൻ ലൈഫിന് വേണ്ട പാരമ്പര്യവും ആധുനികതയും ആയിരിക്കില്ലല്ലോ വയനാട്ടിലൊരു പ്രോജക്റ്റിന് വേണ്ടത്. അല്ല, തീർച്ചയായും അല്ല. അതുപോലെ തൃശൂർ, അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം, അപ്പോൾ അവിടുത്തെ വാസ്തുവിദ്യാശൈലിക്ക് പ്രാധാന്യം കൊടുക്കുമോ? ഈ മലയാളിത്തമെന്ന ആശയം ഓരോ ലൊക്കേഷനിലും എങ്ങനെയാണ് അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സാംസ്കാരിക മുദ്രാവാക്യങ്ങൾ വെറും പരസ്യത്തിൽ മാത്രം ഒതുങ്ങരുത്. അതെ, അവരുടെ പ്രവൃത്തിയിലും ഡിസൈൻ ഫിലോസഫിയിലും ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിലും, എന്തിന് കസ്റ്റമേഴ്സിനോടുള്ള സമീപനത്തിൽ പോലും അത് കാണണം. അപ്പോഴേ അതിനൊരു ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ. വിശ്വാസത്തിൽ പണിതത് എന്ന് പറയുമ്പോഴും അതെ, അത് കെട്ടിടത്തിന്റെ ഉറപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല. പറഞ്ഞ സമയത്ത് തീർക്കുക, പറഞ്ഞ സൗകര്യങ്ങൾ കൊടുക്കുക, സുതാര്യമായ ഇടപാടുകൾ, അതെല്ലാം ആ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങളിലൊക്കെ അവർ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കും എന്നതും പ്രധാനമാണ്. വളരെ പ്രധാനം. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന പ്രധാന കാര്യം ഇതാണ്: SR ബിൽഡേഴ്സ് കേരളത്തിലേക്ക് വരുന്നത് വെറുമൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായിട്ടല്ല. അല്ല, അവര് കേരളത്തിന്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും തങ്ങളെ തന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ, പാരമ്പര്യത്തോടെ, നിങ്ങൾക്കായി എന്നവർ വീണ്ടും പറയുന്നു.
അവരുടെ കോൺടാക്റ്റ് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്പർ 7010056649, വെബ്സൈറ്റ് www.srbuilderstn.com. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗം ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഈ പുതിയ എൻട്രിന്റെ സമീപനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും വിപണി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാം. അതെ. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആലോചിക്കാനായി ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കാം. ഓക്കെ. അവരുടെ അറിയിപ്പിൽ അവസാനം പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കാമെന്ന്. നല്ലൊരു ആശയമാണ്. ഒരു പോസിറ്റീവ് നോട്ട്. പക്ഷേ ഈ ഒരുമിച്ച് എന്നതിൽ അതിൽ ആർക്കൊക്കെയാണ് പങ്ക്? ഉപഭോക്താവിന്, പ്രാദേശിക സമൂഹത്തിന്, പരിസ്ഥിതിക്ക്, ഇവർക്കൊക്കെ എങ്ങനെയുള്ള പങ്കാളിത്തമാണ് അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ എന്ത് കാണാൻ കഴിയും എന്നതാണോ? കൃത്യം. ഈ ആകർഷകമായ സാംസ്കാരിക മുദ്രാവാക്യങ്ങൾക്കപ്പുറം അവരുടെ നിർമ്മാണ പ്രക്രിയയിലും ബിസിനസ് രീതികളിലും ഈ കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ ഈ ഒരുമിച്ച് എന്ന ആശയം എങ്ങനെയാണ് അവർ നടപ്പിലാക്കാൻ പോകുന്നത്? ശരിയാണ്. ഈ വാക്കുകൾക്ക് പ്രവൃത്തിയിലൂടെ അവരെങ്ങനെയാണ് അർത്ഥം കൊടുക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാന കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.